എല്ലാവർക്കും പുതിയ യാത്രയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് കൊടൈക്കനാലിൽ ഫസ്റ്റ് വ്യൂ പോയിന്റാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. ഞങ്ങൾ ഇന്നലെ വന്ന് കുറച്ച് ലേറ്റാണ് ഞങ്ങൾ ഇന്ന് എത്തി കേട്ടോ. കൊടൈക്കനാലിൽ എത്തി ഞങ്ങൾ ഇന്നലെ അവിടെ ഒരു റൂം എടുത്ത് സ്റ്റേ ചെയ്തതിനു ശേഷം രാവിലത്തെ ഫുഡെല്ലാം കഴിച്ചിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് ഫസ്റ്റ് വ്യൂ പോയിന്റിലോട്ട് വന്നത് കേട്ടോ. ഫസ്റ്റ് വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞാൽ കാഴ്ച അതിമനോഹരമായ കാഴ്ച കേട്ടോ. ഫുൾ കോടയും നിങ്ങൾക്ക് അത് കാണാൻ പറയുന്നുണ്ടോ, ഫുൾ കോട അതുകൊണ്ട് നമുക്കൊന്നും കാണാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഇതിന്റെ മേളിൽ കയറി നിന്നാലും നല്ല കാഴ്ചയാണ്. പക്ഷെ എന്തായാലും നമുക്ക് അങ്ങോട്ടൊന്നും കാണാൻ സാധിക്കുന്നില്ല. നല്ല കോടയും ഇന്നലെ തന്നെ രാത്രി നല്ല തണുപ്പായിരുന്നു. അപ്പൊ എന്തായാലും ഇവിടുത്തെ കാഴ്ച നോക്കി. അതുമില്ല, ഞങ്ങൾ വന്ന് ഇവിടുന്ന് ടോക്കൺ എടുത്ത് അങ്ങോട്ട് കയറാനുള്ളൂ. ടിക്കറ്റ് ഉണ്ടോ, ടിക്കറ്റ് എടുത്ത് കയറുന്നതിന്റെ അവിടെ തന്നെ ഇവിടുത്തെ തമിഴ്നാട് ഫോറസ്റ്റ് അവരുടെ വണ്ടിയിൽ തന്നെ ഞങ്ങൾ ഇതിന് കുറച്ച് ഉൾക്കാട്ടിലോട്ട് കൊണ്ട് കാണിക്കാൻ കൊണ്ടുപോകും. അത് ഒരാൾക്ക് 300 രൂപയാണ്. പിന്നെ പാക്കേജ് എടുക്കാം, ഓൺലൈനിൽ ബുക്ക് ചെയ്യാൻ പറ്റും. അപ്പം അത് ഞങ്ങൾ പോയില്ല. അപ്പൊ ഞങ്ങൾ എന്തായാലും ഇവിടുത്തെ കുറച്ച് കാഴ്ച കണ്ട് അടുത്ത വ്യൂ പോയിന്റിലോട്ട് പോകുകയാണ്. അപ്പൊ നിങ്ങൾക്ക് നോക്കി എന്ത് രസം നോക്കിയ ഒരു അടിപൊളി കാഴ്ചയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് കൊടൈക്കനാലിൽ ഏറ്റവും അതിമനോഹരമായ ഒരു സ്പോട്ടിലാണ് കേട്ടോ. അതാണ് പൈൻ ഫോറസ്റ്റ്. ആ പൈൻ ഫോറസ്റ്റിന്റെ അവിടെയാണ് ഇപ്പം ഞാൻ നിൽക്കുന്നത്. ഇവിടെ ഒരുപാട് എന്റർടൈൻമെന്റ് ഉണ്ട് കേട്ടോ. കുതിര സവാരി ഉണ്ട്. പിന്നെ ഇവിടെ നമ്മൾ വന്ന് കയറുന്ന വഴിക്ക് തന്നെ കുറച്ച് ഹോട്ടൽസ്, ഫുഡ്, ചെറിയ ചെറിയ ഐറ്റങ്ങൾ, അങ്ങനെയുള്ള ഹോട്ടൽസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടെ കുട്ടികൾക്കൊക്കെ അതിനകത്ത് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു നല്ലൊരു അടിപൊളി സ്ഥലം കൂടിയാണ് ഈ പൈൻ ഫോറസ്റ്റ് എന്നത്. സിനിമ ഷൂട്ടിങ്ങിന്റെ ഒക്കെ ഒരു നല്ലൊരു ലൊക്കേഷനും കൂടിയാണ് കേട്ടോ ഈ പൈൻ ഫോറസ്റ്റ്. അത് പോയിട്ട് താണ്ട് ഇതിന്റെ മലയുടെ മേളിലോട്ട്, അങ്ങ് മേളിലോട്ട്, ഇതിന്റെ ഇടയിൽ കൂടെ നമുക്ക് മേളിലോട്ട് ആ മലയുടെ അങ്ങോട്ട് പോകാൻ പറ്റും. കുറച്ചുകൂടെ മേളിലോട്ട് പോകാൻ പറ്റും. ഞങ്ങളിപ്പോൾ അങ്ങോട്ട് പോയിട്ടില്ല അങ്ങോട്ട്. പിന്നെ മഴയിലൊക്കെ പെയ്യണമെങ്കിൽ മാത്രമേ പ്രശ്നമുള്ളൂ. അതുകൊണ്ട് കുറച്ച് അങ്ങോട്ട് പോകും. പിന്നെ അത് കുതിര സവാരി ഉണ്ടോ. ഇപ്പോൾ ഒരു കുതിര സവാരിക്ക് 100 രൂപയാണ്. സിംഗിൾ ആയിട്ടും പോകും, അല്ലെങ്കിൽ അവർക്ക് നമുക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ അവരും കൂടെ നമ്മളെ കൂടെ വരും. അതുകൊണ്ട് കുതിര സവാരി കുറച്ചൊന്ന് കറങ്ങി തിരിച്ചു വരുന്നുള്ളൂ. ഒരുപാട് ദൂരമൊന്നും പോകുന്നില്ല അവർ. അത്രയും ഭാഗം ഉണ്ട്, അവിടെ കറങ്ങി മാത്രമേ തിരിച്ച് ഇങ്ങോട്ട് വരുന്നുള്ളൂ. പക്ഷെ എന്നാലും കൊള്ളാം, കുട്ടികൾക്ക് അതിൽ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു നല്ലൊരു സ്പോട്ടാണത് പൈൻ ഫോറസ്റ്റ്. ഈ ഒരു സ്പോട്ടാണ് ഏതെന്ന് അറിയാമോ? ഗുണാക്കേവ്. ഗുണാക്കേവ് സൂയിസൈഡ് പോയിന്റ്. കൊടൈക്കനാലിലെ ഏറ്റവും ഒരു ഡേഞ്ചർ സ്ഥലമാണ് കേട്ടോ. ഈ സ്ഥലത്തിന് വേറെ പ്രത്യേകത കൊണ്ടുണ്ട്. ഒരുപാട് മലയാളം, തമിഴ് സിനിമകളൊക്കെ ചിത്രീകരിച്ച സ്ഥലം കൂടെയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കൂടി ഫേമസ് സ്ഥലമാണ് കണ്ടോ. ഞാനിപ്പോൾ ഈ ടോപ്പിൽ നിന്നെടുത്ത വ്യൂ ആണ് കണ്ടോ. നോക്കി, ഇവിടെയും നല്ല കോടയാണ് കേട്ടോ. നല്ല കാഴ്ച എന്ന് പറഞ്ഞാൽ അതിമനോഹരമായ കാഴ്ചയും. ഈ കാണുന്നുണ്ട്, ഇതൊരു 2 പാറയുടെ ഇടയ്ക്കുള്ള ഗ്യാപ്പാണ് കേട്ടോ. ഈ ഗ്യാപ്പിൽ ഇത് നടക്ക് ഭയങ്കര ഇതാണ്. ആ ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ നല്ല കാഴ്ചയുണ്ട്. വിടുന്ന എന്തായാലും നമുക്ക് ആളെ കിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് അവർ ഈ കമ്പിയൊക്കെ ഇട്ട് അടച്ചു വെച്ചിരിക്കുന്നത്. ഇത് ഞാനാണ് നിൽക്കുന്നതിൻ്റെ അവിടെ നിന്നില്ലേ, ഞാൻ അപ്പോൾ ടോപ്പിൽ നിന്നതിൻ്റെ അവിടെ നിന്ന് ഇപ്പുറത്തുള്ള സ്ഥലമാണ്, ഓപ്പോസിറ്റ് സ്ഥലമാണ്. വെച്ചാൽ ഈ മരത്തിൻ്റെ വേരുണ്ടല്ലോ, ആ വേരിൻ്റെ മേളിലോട്ട് കയറാനുള്ളതാണ്. പക്ഷെ നല്ല രസമുണ്ട് കണ്ട. ഞങ്ങൾ വന്ന വഴി അവിടെയാണ് ചെന്ന് കയറിയത്. അവിടെ നിന്നത്. ഇപ്പം ഞാൻ നേരെ ഓപ്പോസിറ്റ് നിൽക്കുന്നുണ്ടോ. ആ മരത്തിൻ്റെ വേര് നോക്കി, നല്ല സൂപ്പർ സ്ഥലം. കൊടൈക്കനാലിൽ ലേക്കിന് തൊട്ട് മേളിലുള്ള ഒരു വ്യൂ പോയിന്റ് കേട്ടോ, ഹോക്കേഴ്സ് വാക്ക് എന്ന് പറയുന്നത്. കാരണം ഇവിടെയും ടോക്കൺ എടുത്തോണ്ട് പാസ് എടുത്തോണ്ട് നമുക്ക് അകത്ത് കയറാൻ വേണ്ടി. ഇവിടെയും ഇത് കണ്ടോ, ഈ പോകുന്ന വഴി നേരെ നമുക്ക് എൻ്റെ കുറച്ച് അപ്പുറത്ത് പോകാം. ഞങ്ങൾ അങ്ങോട്ട് പോയില്ല, കാരണം ഞങ്ങൾ കുറച്ചുകൂടെ പോയി തിരിച്ചു പോകുന്നുണ്ട്. അപ്പം ഇവിടെ നോക്കിയപ്പോൾ താഴെ സ്കൂളും കോളേജും ഞങ്ങൾ വന്ന വഴിയും ഇതെല്ലാം കാണാൻ പറ്റുമായിരുന്നു. പക്ഷെ ഇപ്പം കോട കൊണ്ട് നമുക്ക് എന്തായാലും അത് കാണാൻ പറ്റില്ല. പക്ഷെ കോട നിറഞ്ഞ ഈ കൊടൈക്കനാലിൽ ഈ ഭംഗി ആസ്വദിക്കുന്നത് അത് വേറെ ലെവൽ തന്നെ കേട്ടോ. അതുപോലെ തന്നെ ഈ കൊടൈക്കനാലിൽ പല വെറൈറ്റിയിലുള്ള, പല കളർഫുൾ ആയിട്ടുള്ള ചോക്ലേറ്റ്സ് ഉണ്ട് കേട്ടോ. ചോക്ലേറ്റ്സ്, ഡ്രൈ ഫ്രൂട്ട്സ്, അതിന് ചെറുതും വലുതായിട്ട് ഒരുപാട് ചോക്ലേറ്റ്സ് ഇവിടെ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ കണ്ടോ, ഇത് കാരയാണ്. ഇവിടെ അവർ കൃഷി ചെയ്യുന്നതാണ്. നല്ല ഫ്രഷ് സാധനമാണ്. കാരണം ഇവിടെ തണുപ്പൊക്കെ വേണ്ട നല്ല ഫ്രഷ് ആയിട്ടിരിക്കണം. നല്ല ഫ്രഷ് സാധനമാണത്. അപ്പം ഞങ്ങളും ഇത് കുറച്ച് ഇതാണ്, ഇത് ഞങ്ങൾ വാങ്ങിച്ചാണ് കേട്ടോ. ഇതിന് ഇത്രയും കൂടെ ഞങ്ങൾക്ക് 50 രൂപയ്ക്കാണ് തന്നത്. നല്ലൊരു ഫ്രഷ് സാധനം കേട്ടോ. ഞങ്ങൾ വ്യൂ പോയിന്റ് എല്ലാം കഴിഞ്ഞ് വന്നിട്ട് ഞങ്ങൾ നേരെ വന്നത് ഈ ലേക്കിലാണ് വന്നത് കേട്ടോ. ലേക്കിൽ വന്നപ്പം ഞങ്ങൾ അവിടെ നിന്നൊരു തമിഴ്നാട് ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ഒരു ഇതെടുത്തിട്ട് ഒരു പെഡൽ ബോട്ട് കണ്ട. ഞങ്ങൾ 4 പേർക്ക് ചവിട്ടാനുള്ളതാണ്.
4 പേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ചവിട്ടാൻ പറ്റും. ഞങ്ങൾക്ക് ഒരാൾക്കും 300 രൂപ എന്താണ് ചാർജ് ആയത്. അങ്ങനെ ഇത് ഞങ്ങൾ അരമണിക്കൂറാണ് ടൈം തന്നത്. അരമണിക്കൂർ കുറച്ചുകൂടെ ആയാലും അവരൊന്നും പറയില്ല. അപ്പോൾ അരമണിക്കൂർ ഞങ്ങൾ ഈ ലേക്ക് മൊത്തം നമുക്ക് ചുറ്റി വരാൻ പറ്റും. അതൊരു നല്ലൊരു എൻജോയ് ആയിരുന്നു കേട്ടോ. നല്ലൊരു അടിപൊളി യാത്രയായിരുന്നു അത്. ഞങ്ങൾ കൊടൈക്കനാലിൻ്റെ ഭംഗിയെല്ലാം ആസ്വദിച്ചുകൊണ്ട് ഞങ്ങൾ തിരിച്ചിറങ്ങിയപ്പം ഞങ്ങൾ ബത്തലും കൊണ്ട് വന്നിട്ട് ഫുഡ് കഴിച്ചതാണ്. ഒരു ചേച്ചിയുടെ കടയാണ് കേട്ടോ. നല്ല വിറക് അടുപ്പിൽ ദോശയും ഓംപ്ലേറ്റും ഒക്കെ ആയിട്ട് ഞങ്ങൾ കഴിച്ചു. അതൊരു നല്ലൊരു സൂപ്പർ ഫുഡായിരുന്നു അത്. കോടയിൽ കുളിച്ച് നിൽക്കുന്ന കൊടൈക്കനാലിലെ അതിമനോഹരമായ കാഴ്ചകളെല്ലാം കണ്ടു കേട്ടോ. തിരിച്ച് ഞങ്ങൾ മല ഇറങ്ങി. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ഓരോ യാത്ര നടന്ന ഓരോ അനുഭവങ്ങളാണ്. ആ അനുഭവങ്ങളെ തേടിയുള്ള അടുത്തൊരു പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.